ഗ്രൂപ്പ് ഇയിലെ മത്സരത്തിൽ ജർമ്മനിയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇക്വഡോർ. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ഇക്വഡോറിന്റെ വിജയം. ജയത്തോടെ 3 കളികളിൽ നിന്ന് 4 പോയിന്റുമായി ഇക്വഡോർ നോക്കൌട്ട് ഘട്ടത്തിന് യോഗ്യത നേടുകയും ചെയ്തു. നിൽസൺ ആഗോളയും ഗോൾഗ ലോ പ്ലാന്റയുമാണ് ഇത്തരത്തിൽ ഇക്വഡോറിനായി സ്കോർ ചെയ്തത്. 2-ാം മിനിറ്റിൽ തന്നെ ലെറോയ് സനയിലൂടെ മുന്നിലെത്തിയ ജർമ്മനിക്കെതിരെ പിന്നിലായ ശേഷം 2 ഗോൾ തിരിച്ചടിച്ചാണ് ഇക്വഡോർ അവരുടെ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ എക്കാലവും ഓർത്തിരിക്കാവുന്ന ജയം നേടിയത്. ഓരോ മുന്നേറ്റങ്ങളിലും ജർമ്മനിയെ വിറപ്പിക്കുകയായിരുന്നു ഇക്വഡോർ ടീം. 2-ാം മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന് സ്വീകരിച്ച പന്ത് ജർമ്മൻ താരം അലക്സാണ്ടർ പാവ്ലോവിച്ച് ഫ്ലോറിയൻ വിറ്റ്സിന് നൽകി. ഫ്ലോറിയൻ വിറ്റ്സ് നൽകിയ പാസിൽ ലീറോയ് സാനെ തൊടുത്ത ഷോട്ട് ഗോൾ വല കുലുക്കി. 1 മിനിറ്റ് 49 സെക്കൻഡിൽ ലീറോയ് സാനെ നേടിയ ഗോൾ ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ജർമ്മനിയുടെ ഏറ്റവും വേഗതയേറിയ 2ാമത്തെ ഗോളായി മാറി. 1934-ൽ ഓസ്ട്രിയക്കെതിരെ നടന്ന 3ാം സ്ഥാന നിർണയ മത്സരത്തിൽ ഏണസ്റ്റ് ലെഹ്നർ 25 സെക്കൻഡിൽ നേടിയ ഗോളാണ് 1ാമത്. അതേസമയം മത്സരത്തിന്റെ 2ാം പകുതിയിൽ വെറ്ററൻ താരം എന്നെർ വലൻസിയയ്ക്ക് പകരം കെവിൻ റോഡ്രിഗസ് കളത്തിലിറങ്ങിയതാണ് ഇക്വഡോറിന് തുണയായി മാറിയത്. റോഡ്രിഗസിന്റെ കടുത്ത ശാരീരിക പോരാട്ട വീര്യവും അഗ്രസീവ് ശൈലിയും അതുവരെ ആധിപത്യം പുലർത്തിയ ജർമ്മൻ പ്രതിരോധ നിരയെ കടുത്ത പ്രതിരോധത്തിലാക്കുകയായിരുന്നു. വിജയ ഗോളിലേക്ക് നയിച്ച കോർണർ കിക്ക് തലകൊണ്ട് ഫ്ലിക്ക് ചെയ്ത് പ്ലാന്റയ്ക്ക് എത്തിച്ചു നൽകിയതും റോഡ്രിഗസിന്റെ ഈ ശാരീരിക മികവ് തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. ജർമ്മനിയുടെ ആക്രമണങ്ങളെ കൃത്യമായ കൗണ്ടർ അറ്റാക്കുകളിലൂടെ നേരിടാൻ ഈ മാറ്റം അവർക്ക് ഊർജം നൽകി. ന്യൂയറുടെ പിഴവും ജർമ്മനിയുടെ ലക്ഷ്യമില്ലാത്ത ഫിനിഷിംഗും മത്സരത്തിൽ ഭൂരിഭാഗം സമയവും പന്ത് കൈവശം വെച്ചതും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതും ജർമ്മനിയായിരുന്നു. എങ്കിലും ലക്ഷ്യബോധമില്ലാത്ത ഫിനിഷിംഗ് അവർക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായി മാറി. ടാക്ടിക്കൽ ജയത്തിനൊപ്പം തന്നെ ഭാഗ്യവും ഇക്വഡോറിന്റെ ഭാഗത്ത് ഉണ്ടായി. മത്സരത്തിന്റെ 77-ാം മിനിറ്റിൽ ഇക്വഡോറിന്റെ കോർണർ കിക്ക് പ്രതിരോധിക്കുന്നതിൽ ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ ന്യൂയർ വരുത്തിയ വലിയ പിഴവാണ് മത്സരത്തിന്റെ വിധി എഴുതിയത് എന്ന് വേണം പറയാൻ. പന്ത് കൈപ്പിടിയിൽ ഒതുക്കാൻ ന്യൂയർ ശ്രമിക്കുന്നതിനിടെ ജർമ്മൻ പ്രതിരോധത്തിന്റെ അശ്രദ്ധ മുതലെടുത്ത് ഗോൺസാലോ പന്ത് വലയിലാക്കിയ നിമിഷം. എന്തായാലും ഈ അവസാന നിമിഷങ്ങളിൽ സമനിലയ്ക്കായി ജർമ്മനി സർവ്വശക്തിയുമെടുത്ത് പൊരുതി. ഇക്വഡോർ പ്രതിരോധ കോട്ട തകർക്കാൻ അവർക്കായില്ല എന്ന് വേണം പറയാൻ. അട്ടിമറി വിജയത്തിലൂടെയാണ് ഇത്തരത്തിൽ ഇക്വഡോർ വിജയിച്ചിരിക്കുന്നത്. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ഇക്വഡോറിന്റെ വിജയം. ജയത്തോടെ 3 കളികളിൽ നിന്ന് 4 പോയിന്റുമായി ഇക്വഡോർ നോക്കൌട്ട് ഘട്ടത്തിന് യോഗ്യത നേടുകയായിരുന്നു.